നിങ്ങൾ എന്തിനാ പണിയെടുക്കുന്നേ? റെസ്പോൺസിബിലിറ്റി ഇല്ല ഇയാൾക്ക്. ഇയാളെ ഞാൻ എന്തോരം വിളിച്ചു എന്നറിയാം. 101 ഞാൻ വിളിച്ചു. സോറി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത അത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അതായത് ട്രെയിനിൽ ഒരു യുവാവ് കുഴഞ്ഞു വീഴുന്നു, പിന്നീട് അദ്ദേഹത്തിന് ചികിത്സ വൈകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അരമണിക്കൂറാണ് ആംബുലൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം കാത്തുകിടന്നത്. അതിനുശേഷം അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വിശദീകരണവുമായിട്ട് ദക്ഷിണ റെയിൽവേ രംഗത്ത് വരികയാണ്. യാത്രക്കാർ വിവരം അറിയിച്ചപ്പോൾ തന്നെ ഡിവിഷണൽ കൺട്രോൾ ഓഫീസ് വേഗത്തിൽ ഇടപെട്ടു. മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയിട്ടും ആംബുലൻസ് സ്റ്റേഷനിൽ വൈകിയെത്തിയത് പരിമിതമായ റോഡ് സൗകര്യം മൂലമെന്നുമാണ് വിശദീകരണം പറയുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് ഈ യുവാവ് തളർന്നു വീഴുന്നത്. അതിനുശേഷം തൊട്ടടുത്ത സ്റ്റേഷൻ വടക്കാഞ്ചേരിയിലാണ്. ഒരു ട്രെയിനിൽ ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയും ഈ റെയിൽവേയുടെ പക്കലില്ല എന്ന് മാത്രമല്ല, അതിന് വേണ്ട കൃത്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഈ TTR ഉൾപ്പെടെയുള്ളവർ ഇതിനു വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അരമണിക്കൂറോളം നേരം ഈ യുവാവിനെ ആ റെയിൽവേ സ്റ്റേഷനിൽ ശരീരം തളർന്ന് കിടക്കേണ്ടി വന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപേ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ആ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രക്കാരോട് പറഞ്ഞത്.